അനേകം വൈദികരെ ഒരുക്കി സഭയ്ക്ക് സമർപ്പിച്ച തലശ്ശേരി അതിരൂപതയിലെ കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി സിൽവർ ജൂബിലി നിറവിൽ. ഇവിടെ പഠിക്കുന്ന ഓരോ വൈദിക വിദ്യാർത്ഥിക്കും ഈ സെമിനാരി സ്വന്തം വീട് തന്നെയാണ്. ഇവിടെയുള്ള ഗുരുക്കന്മാർ സ്വന്തം കുടുംബാംഗങ്ങളും. അത്രമാത്രം ഊഷ്മളമാണ് ഇവിടെയുള്ളവർ തമ്മിലുള്ള സ്നേഹബന്ധം. ആശംസകളേകാം, പ്രാർത്ഥനകൾ നേരാം, പിറന്നാളിൽ നിറമംഗളമൊരു മനമോടെ. താളത്താൽ പാടാം, മോദത്താൽ പാടാം, പിറന്നാളിൻ ആശംസകൾ ഒരു മനമോടെ. മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം, ഇനിയില്ലിതുപോലെ നിറമണിയുന്നൊരു സുദിനം. ആശംസകളേകാം, പ്രാർത്ഥനകൾ നേരാം, പിറന്നാളിൻ നിറമംഗളമൊരു മനമോടെ. താളത്താൽ പാടാം, മോദത്താൽ പാടാം, പിറന്നാളിൻ ആശംസകൾ ഒരു മനമോടെ. കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത് ദൈവത്തിൻ്റെ അനന്ത പരിപാലനയാണ്. കാരണം ദൈവത്തിൻ്റെ അനന്ത പരിപാലന അത്ഭുതാവഹമായ രീതിയിൽ പ്രകടമാകുന്ന ഒരു സെമിനാരിയാണ് കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി. ശരിക്കും 20 ഏക്കർ സ്ഥലം തലശ്ശേരി രൂപത സിനഡിനെ ഏൽപ്പിക്കുകയും അങ്ങനെ 2000 ഇവിടെ സെപ്റ്റംബർ ഇവിടെ സെമിനാരി വരാനായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തു. 2001 സെമിനാരിയുടെ ആദ്യത്തെ ബാച്ച് ജൂൺ 16 ഇവിടെ ആരംഭിക്കുന്നത്. അതിനുശേഷം ഇന്നോളം വരെയുള്ള സെമിനാരിയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഈ 25 വർഷക്കാലവും ദൈവത്തിൻ്റെ അനന്ത പരിപാലന വളരെ പ്രത്യേകമായ രീതിയിൽ ഈ സെമിനാരിയിൽ ഞങ്ങൾ അനുഭവിച്ചു വരികയാണ്. എൻ്റെ പേര് ഫാദർ ആൻ്റണി കുറ്റിക്കാടൻ, ഇരിഞ്ഞാലക്കുട രൂപതാംഗമാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരിയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. കഴിഞ്ഞ വർഷം മുതൽ വൈസ് റെക്ടറായിട്ടും ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ 15 അച്ഛന്മാരാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഒരു നല്ലൊരു കുടുംബാന്തരീക്ഷം പലപ്പോഴും ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കറിയാലോ, ഇടവകയിലെ അച്ഛന്മാർ ഒറ്റയ്ക്കാണ് ബ്രേക്ക്ഫാസ്റ്റും വൈകുന്നേരം ഭക്ഷണമൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നാണ് കഴിക്കാറ് സാധാരണ രീതിയിൽ. ഇവിടെ വരുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ അച്ഛന്മാർ ഒരുമിച്ചാണ്. അത് എനിക്ക് ഒരു നല്ല ഒരു കുടുംബാന്തരീക്ഷം എപ്പോഴും ഇവിടെ ഫീൽ ചെയ്തിരുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന വലിയ ഒരു കാര്യം. അതുകൊണ്ട് ഈ സെമിനാരിലായിരിക്കുമ്പോൾ ഞാൻ ഒത്തിരിയേറെ സന്തോഷവാനാണ്. ഈ സെമിനാരിയുടെ ആരംഭകാലത്തുണ്ടായിരുന്ന റെക്ടറച്ചനെ വളരെ പ്രത്യേകമായി ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുഴിഞ്ഞാലിൽ അച്ഛനാണ് ആദ്യത്തെ റെക്ടറായിരുന്നയാൾ. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് സെമിനാരി ഫിലോസഫി ബ്ലോക്കും തിയോളജി ബ്ലോക്കും പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞത്. അത് അവിടെ ഉണ്ടായിരുന്ന ഓരോ കാലത്തും ഉണ്ടായിരുന്ന റെക്ടർമാരൊക്കെ തീർച്ചയായും ഈ സെമിനാരിക്ക് ദൈവം അറിഞ്ഞു നൽകിയ അനുഗ്രഹമായിരുന്നു. റെക്ടേഴ്സ് മാത്രമല്ല, പ്രൊക്രിയേറ്റേഴ്സും അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫൊക്കെ ത്യാഗപൂർവ്വം എന്നും ഈ സെമിനാരിയെ സ്നേഹിച്ച് സെമിനാരിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്തവരാണ്. ഇവിടെ പഠിപ്പിക്കുക മാത്രമല്ല, സെമിനാരിയുടെ സാമ്പത്തികമായ കാര്യങ്ങൾ എല്ലാം കൃത്യമാക്കുന്നതിനും ഒക്കെ അതികഠിനമായി ത്യാഗപൂർവ്വം അധ്വാനിച്ചവരാണ് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് അംഗങ്ങളെല്ലാം. ഇപ്പോഴുള്ളവരും അങ്ങനെ തന്നെ സെമിനാരിയോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരാണ് ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ. എൻ്റെ പേര് അബ്രഹാം നെല്ലിക്കൽ, മാനന്തവാടി രൂപതാംഗമാണ്. ഞാൻ ഈ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ബൈബിളാണ് പഠിപ്പിക്കുന്നത്. ഈ ലൈബ്രറിയുടെ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഈ ബ്രദേഴ്സ് ഇവിടെ വന്ന് പുസ്തകങ്ങൾ എടുക്കാനും പഠിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാവുന്ന കാര്യം. അപ്പോൾ കൂടുതലായിട്ട് പുതിയ പുസ്തകങ്ങൾ കണ്ടെത്തുക, അത് വരുത്തുക, അത് കുട്ടികൾക്ക് അവൈലബിൾ ആക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമായിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ ആവശ്യമുള്ള സമയങ്ങളിൽ വേണ്ട ഗൈഡൻസ് കൊടുക്കുക. പിന്നെ ലൈബ്രറിയിൽ പ്രത്യേകം പാലിക്കപ്പെടേണ്ട അച്ചടക്കങ്ങളൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം കൂടെ ഞാൻ നോക്കേണ്ടതാണ്. നമുക്കിവിടെ പ്രധാനമായിട്ടും എല്ലാ ദിവസവും തന്നെ ബ്രദേഴ്സിന് ഇവിടെ വന്ന് പഠിക്കാനും അതുപോലെ തന്നെ പുസ്തകങ്ങളെല്ലാം ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മുറി പോലും കംപ്ലീറ്റ് ആയിട്ട് അടച്ചിടുന്നില്ല. എല്ലാ മുറികളും എല്ലാ ബ്രദേഴ്സിനും കയറി അവർക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനും അവർക്ക് കണ്ടെത്താനുമുള്ള പരിപൂർണ്ണ സ്വാതന്ത്ര്യവും സൗകര്യവും അവർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ സെമിനാരിയിൽ സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട
ഫണ്ട് തന്നെയാണ് പുസ്തകങ്ങളുടെ ചിലവിന് വേണ്ടിയിട്ടും അത് വരുത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. പുസ്തകങ്ങൾ വളരെ വിലയുള്ള ഒരു കാലഘട്ടത്തിൽ കുറേ പുസ്തകങ്ങളെല്ലാം അവൈലബിൾ ആക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട പട്ടമനച്ചൻ വളരെ സന്തോഷത്തോടെ ചെയ്യുന്നുണ്ട്. കുഴിപ്പള്ളിയച്ചനാണ് ഇവിടുത്തെ പ്രൊക്യുറേറ്റർ. അദ്ദേഹവും നല്ല മനസ്സോടെ പുസ്തകങ്ങളെല്ലാം വാങ്ങുന്ന കാര്യം വളരെ കാര്യമായിട്ട് എടുക്കുകയും അത് വേണ്ടത്ര സാധിച്ചു തരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. സെമിനാരി ലൈഫാണ് ഒരു പക്ഷേ ഒരു മനുഷ്യനുണ്ടാകാവുന്നതിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാലഘട്ടം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് അച്ഛനാകാൻ വരുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് സെമിനാരി ലൈഫ് കാലഘട്ടം. സെമിനാരിയിലെ കാലഘട്ടത്തിന് തുല്യമായൊരു സമയം മറ്റേതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ ഏതെങ്കിലും വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയേറെ ഇതിന് ഒരു പ്രത്യേകതയുള്ളത് ഇത് ഇവിടെ വിദ്യാഭ്യാസം മാത്രമല്ല കുടുംബവും ഉണ്ടെന്നുള്ളതാണ്. സാധാരണഗതിയിൽ കോളേജുകളിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രധാനമായിട്ടും അവർ ക്ലാസ്മേറ്റ്സ് എന്നുള്ള നിലയിലുള്ള ബന്ധമാണ്. പക്ഷേ ഇവിടെ ഇത് സാഹോദര്യമാണ്. ഇവിടെയുള്ള ബ്രദേഴ്സ് പരസ്പരം കാണുന്നത് അവർ ജസ്റ്റ് ക്ലാസ്മേറ്റ്സ് എന്നുള്ള നിലയ്ക്കല്ല. ഇവിടെ കാണുന്നത് ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ എന്നുള്ള നിലയ്ക്കാണ്. ഇവിടെ ഒരു കുടുംബം പോലെ ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രിൻസിപ്പിൾ. അതുകൊണ്ട് തന്നെ സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ ഇഴയടുപ്പം ഇവിടുത്തെ ബ്രദേഴ്സ് തമ്മിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരാളിൻ്റെ ആവശ്യം കണ്ടു കഴിഞ്ഞാൽ അത് തിരിഞ്ഞു നോക്കാതെ പോകാൻ മറ്റുള്ളവർക്ക് സാധിക്കുകയില്ല. രണ്ടാമത് അത്തരത്തിലുള്ള ഒരു പരിശീലനമാണ് നമ്മൾ കൊടുക്കുന്നത്. ഭാവി വൈദികർ അത്തരത്തിൽ മറ്റുള്ളവരെക്കുറിച്ച് പരിഗണനയുള്ളവരായിരിക്കണം എന്നറിയാവുന്നതുകൊണ്ട് ഒരുപാട് ആഘോഷങ്ങളും സന്തോഷങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുമുണ്ട്. പഠനം മാത്രമല്ല, ധാരാളം സമയം പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് സമയം പ്രാർത്ഥനയ്ക്കായിട്ട് ചിലവഴിക്കുന്നുണ്ട്. ഒത്തിരിയേറെ സമയം ക്ലാസ്സുകൾ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ വായനയ്ക്കുള്ള സമയമുണ്ട്. എഴുതാനും പഠിക്കാനുമുള്ള കാര്യങ്ങളുണ്ട്. അവരുടെ പേപ്പറുകൾ, അവരുടെ ഹോംവർക്കുകളെല്ലാം കൃത്യമായിട്ട് കൊണ്ടുവരണം. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ ജീവിതം അത്ര ഗൗരവമുള്ളതായിരിക്കുമ്പോഴും സന്തോഷകരമായിരിക്കാനുള്ള എല്ലാ വഴികളും ഒരു സെമിനാരിയിലുണ്ട്. ഈ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഇത് എത്രയോ ലക്ഷങ്ങളുടെ വില വരുന്ന പുസ്തകങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുകയില്ല. ഈ കഴിഞ്ഞ ഒരൊറ്റ വർഷം തന്നെ നമ്മൾ 5 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങിച്ചു. ഒറ്റ വർഷം കൊണ്ട് 5 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങി. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെയാണ്. കാരണം ഇവരുടെ ബൗദ്ധികമായ പരിശീലനത്തിന് വേണ്ടി ഇതൊരു 3 നില കെട്ടിടമാണ് ഈ ലൈബ്രറി എന്ന് പറയുന്നത്. ഈ 3 നിലയിൽ എടുത്ത് പുറത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത പുസ്തകങ്ങളാണ് ഈ നിലയിലുള്ളത്. ഇവിടെ വന്ന് ഇരുന്ന് തന്നെ പഠിക്കണം. പുറത്തേക്ക് ഒറ്റ പുസ്തകം ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റിയാൽ ഈ ഒരു നിലയിൽ നിന്ന്. പക്ഷേ മുകളിലുള്ള 2 നിലകളിൽ നിന്നുള്ള പുസ്തകങ്ങൾ ഏത് വേണമെങ്കിലും അവർക്ക് എടുക്കുകയും കൊണ്ടുപോയി 15 ദിവസത്തോളം അവരുടെ മുറിയിൽ വെച്ച് പഠിക്കുകയും അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് അവർക്ക് ഉപയോഗിക്കുന്നത് ക്ലാസ് റൂമിലോ അവരുടെ സ്വന്തം വായനയ്ക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വളരെ ചെറിയൊരു തുടക്കമാണ് വാസ്തവത്തിൽ ഞങ്ങളുടെ സെമിനാരിയിൽ ഉണ്ടായിരുന്നത്. എല്ലാ രൂപതയിൽ തന്നെ കുട്ടികളെ നമുക്ക് കിട്ടി. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ സെമിനാരിയിൽ ഇവിടെ റെസിഡൻ്റായിട്ട് 160 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ പുറത്തുനിന്ന് പഠിക്കുന്ന 10 കുട്ടികളുണ്ട്. അങ്ങനെ 170 കുട്ടികളാണ് ഇപ്പോൾ നിലവിൽ ഈ സെമിനാരിയിൽ പരിശീലനം നേടുന്നത്. കുട്ടികളുടെ ഫിലോസഫി 3 വർഷം, അതുപോലെ തന്നെ തിയോളജി 4 വർഷം. അതിൽ ഫിലോസഫി പഠനം ഡിഗ്രി കഴിഞ്ഞ് വരുന്നവർക്ക് 2 വർഷമാണ്. അത് കഴിഞ്ഞാൽ 1 വർഷം അവർക്ക് റീജൻസി ഉണ്ട്. റീജൻസിക്ക് അതത് രൂപതകളിലേക്കാണ് അവർ പോവുക. അതിനുശേഷം വീണ്ടും തിയോളജിക്ക് ഇവിടെ വരുന്നു. തിയോളജിക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ പഠിച്ചവർ തന്നെ ആകണമെന്നില്ല, ഫിലോസഫി പഠിച്ചവർ തന്നെ ആകണമെന്നില്ല ഇവിടെ വരുന്നത്. മറ്റ് സ്ഥലങ്ങളിലും ഫിലോസഫി പഠിച്ച കുട്ടികൾ ഇവിടെ വരാറുണ്ട്. അങ്ങനെ തിയോളജി 4 വർഷം. അങ്ങനെ 7 വർഷമാണ് ഇവരുടെ പരിശീലന കാലഘട്ടം എന്ന് പറയുന്നത്. ഈ പരിശീലന കാലഘട്ടത്തിൽ എല്ലാ വിധത്തിലുമുള്ള ഇവരുടെ കഴിവുകൾ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കാരണം സമൂഹത്തേക്ക് ഒരു ലീഡറായിട്ട് കടന്നു വരേണ്ടവരാണ് ഈ കുഞ്ഞുങ്ങൾ. ഇന്നത്തെ ലോകം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഇൻ്റലക്ച്വലായിട്ടും ആത്മീയമായിട്ടും അതുപോലെ തന്നെ പാസ്റ്ററലായിട്ടും ഒക്കെ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കുട്ടികളെയാണ് വൈദികരാണ് ഇവിടെ രൂപപ്പെടേണ്ടത്. ആ ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതിനായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് അതെല്ലാം വിജയിക്കുന്നെന്ന് തന്നെ വേണം കരുതുവാനായിട്ട്. ഞാൻ ഫാദർ സലീം കല്ലൂരപ്പറമ്പിൽ, ഇവിടുത്തെ ഇംഗ്ലീഷ് കുന്നോത്ത് സെമിനാരിലെ ഇംഗ്ലീഷ് ടീച്ചറാണ്. ലാബ് ജൂബിലി പ്രമാണിച്ച് നമ്മൾ ജൂബിലി മെമ്മോറിയൽ ലാബ് ഉദ്ഘാടനം ചെയ്തു. 25 വർഷം പൂർത്തിയായതിൻ്റെ അനുസ്മരണത്തിനായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. മുമ്പുണ്ടായിരുന്ന റെക്ടറച്ചൻ ചാന്ദിക്കുടി അച്ഛൻ ആണ് പ്രത്യേക താല്പര്യമെടുത്ത് ഈ ലാബിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതുപോലെ തന്നെ പ്രൊക്ടറേറ്റർ അച്ഛനായിരുന്ന, പിന്നെ ഇപ്പോൾ റെക്ടറച്ചനായിരിക്കുന്ന, കഴിഞ്ഞ വർഷം പ്രൊക്ടറേറ്റർ അച്ഛനായിരുന്ന പട്ടമന മാത്യു അച്ഛനും അതുപോലെ തന്നെ പ്രൊക്ടറേറ്റർ അച്ഛന്മാരും എല്ലാവരും കൂടെ സഹായിച്ചാണ് ഇതിനുള്ള സാമ്പത്തികമൊക്കെ കണ്ടെത്തിയത്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ട് ഫങ്ഷനിങ് ചെയ്യുന്നു. നമ്മളിവിടെ ലാംഗ്വേജ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നമ്മൾ സാധിക്കുന്ന രീതിയിൽ ബ്രദേഴ്സിനെ എക്വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിദേശങ്ങളിൽ എവിടെ പോയി ശുശ്രൂഷ ചെയ്യണമെങ്കിലും അവർക്ക് സാധിക്കുന്ന രീതിയിൽ ഒരു IELTS
ടോഫൽ PT മോഡലിൽ അതേ ഒരു ഇൻ്റർനാഷണൽ ബെഞ്ച് മാർക്കിങ്ങിലുള്ള സിലബസ് ബേസ് ചെയ്താണ് നമ്മളിവരെ പഠിപ്പിക്കുക. അപ്പോൾ അതനുസരിച്ച് നല്ല ഫ്ലുവൻസി ഉണ്ടാകാനും അതുപോലെ തന്നെ 4 സ്കിൽസും റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് സ്കിൽസ് ഇവരോട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ ലാംഗ്വേജിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ സ്റ്റുഡിയോ സെറ്റിംഗ് ഉണ്ട്. അവിടെ അവർ സ്പീക്കിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയും അങ്ങനെ വളരെയേറെ പ്രദേശത്തിൻ്റെ വരും കാലഘട്ടത്തിലെ അന്താരാഷ്ട്രീയ തലത്തിൽ, അതായത് കത്തോലിക്ക സഭ ഗ്ലോബലായിട്ട് സീറോ മലബാർ സഭ വളരുന്നതിൻ്റെ ഭാഗമായിട്ട് എവിടെ പോയി ജോലി ചെയ്യണമെങ്കിലും, ഏത് രാഷ്ട്രത്തിൽ പോയി ജോലി ചെയ്യണമെങ്കിലും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ഈ ലാംഗ്വേജ് പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് ജോസഫ് മടത്തശ്ശേരി. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതാംഗമാണ്. അതോടൊപ്പം തന്നെ ഈ സെമിനാരിയിലെ ജനറൽ പ്രീഫെക്റ്റും കൂടിയാണ്. ഞാനിവിടെ ആയിരിക്കുന്നത് എൻ്റെ സെമിനാരിയിലെ എല്ലാ ബ്രദേഴ്സിനെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, എല്ലാ മേജർ സെമിനാരികളെയും വെച്ച് നോക്കിയാൽ ഈ സെമിനാരി ബ്രദേഴ്സിൻ്റെ എണ്ണത്തിൽ തീർത്തും ചെറുതാണ്. പക്ഷേ ഈ സെമിനാരി നമുക്ക് തരുന്ന ഒരു സ്നേഹവും സന്തോഷവും കൂട്ടായ്മയൊക്കെ ഉണ്ട്. അതൊരിക്കലും പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. നമുക്കറിയാം, ഈ സെമിനാരിക്ക് മാത്രമായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു ഗുരുകുലം സിസ്റ്റം പോലെയാണ്. കാരണം നമ്മുടെ എല്ലാ ബ്രദേഴ്സിൻ്റെയും എല്ലാ ബാച്ചിൻ്റെയും കൂടെ തന്നെയാണ് അവരുടെ ആനിമേറ്ററും താമസിക്കുന്നത്. ഈ സെമിനാരി തുടങ്ങുന്നത് തന്നെ വലിയൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. കൂടുതൽ വ്യക്തിപരമായ ശ്രദ്ധ രൂപീകരണ കാലഘട്ടത്തിൽ സെമിനാരിക്കാർക്ക് ലഭിക്കണം. അങ്ങനെ ആകുമ്പോൾ കുറേ കൂടി മിടുക്കരായ വൈദികരെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ള സിനഡിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് കുന്നോത്ത് സെമിനാരി രൂപപ്പെടുന്നത്. കുന്നോത്ത് സെമിനാരി അതുകൊണ്ട് തന്നെ ഓരോ ബാച്ചിലും പരമാവധി 25 പേരെയാണ് എടുക്കാൻ സാധിക്കുക. 25 തൊട്ട് 28 വരെ മുറികളാണ് ഓരോ ബാച്ചിനും വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും മുറികൾ, സിംഗിൾ റൂമുകളാണുള്ളത്. ഡീക്കന്മാർക്ക് ഒരു പ്രത്യേക ക്വാർട്ടേഴ്സാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കത്തക്ക രീതിയിൽ അവരുടെ കാര്യങ്ങൾ എല്ലാം ഭംഗിയായി ആ രീതിയിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഫിലോസഫി ഒരു സെക്ഷൻ, തിയോളജി മറ്റൊരു സെക്ഷൻ, അതുപോലെ തന്നെ ഡീക്കന്മാരുടെ വേറൊരു സെക്ഷൻ. ഈ രീതിയിലാണ് സെമിനാരി രൂപവൽക്കരണം ചെയ്തിരിക്കുന്നത് തന്നെ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഇതൊരു 4 കെട്ടാണ്. വലിയ ഒരു 4 കെട്ടിൻ്റെ നടുക്ക് ദേവാലയം. പിന്നെ ഫിലോസഫി ഒരു 4 കെട്ടാണ്. അതുപോലെ തന്നെ തിയോളജി ഒരു 4 കെട്ടാണ്. ഡീക്കൻസ് ക്വാർട്ടേഴ്സും 4 കെട്ടായിട്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഇഷ്ടംപോലെ വായു സഞ്ചാരവും ഒക്കെ ഉള്ള രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ഈ സെമിനാരി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സെമിനാരി ഫോർമേഷനിൽ പൊതുവെ 4 തരത്തിലുള്ള ഫോർമേഷൻ ഉണ്ട് എന്ന് പറയാറുണ്ട്. ഇൻ്റലക്ച്വൽ ഫോർമേഷൻ, സ്പിരിച്വൽ ഫോർമേഷൻ, പാസ്റ്ററൽ ഫോർമേഷൻ, ഹ്യൂമൻ ഫോർമേഷൻ. ഈ നാല് രീതിയിലും നമ്മുടെ ഈ സെമിനാരി നമുക്ക് തരുന്ന ഒരു മുൻതൂക്കവും ഒരു സ്നേഹവും വളരെ വലുതാണ്. ഇൻ്റലക്ച്വൽ ഫോർമേഷൻ്റെ കാര്യം ചിന്തിച്ചാൽ തന്നെ നമ്മുടെ സെമിനാരിയിലെ പ്രൊഫസേഴ്സ് എന്ന് പറയുന്നത് വളരെ സ്നേഹത്തോടും കരുതലോടും ഒരുപാട് ആഗ്രഹത്തോടും കൂടെ നമ്മളെ പഠിപ്പിക്കുന്നവരാണ്. അത് ഞങ്ങൾക്ക് തരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്, അത് വളരെ വലുതുമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹ്യൂമൻ ഫോർമേഷനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്രദേഴ്സ് എല്ലാവരും നല്ല അച്ഛന്മാരാകണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഈ സെമിനാരിക്ക് തന്നെ ഗുഡ് ഷെപ്പേർഡ് സെമിനാരി എന്ന് പേരിട്ടിരിക്കുന്നത്. നല്ല ഇടയനെ പോലെ നല്ല അച്ഛന്മാരായിട്ട് തീരുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ അച്ഛന്മാർ ഒരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുമുണ്ട്. ഞങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾ മറ്റുള്ളവരോടൊന്ന് സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അതിൽ എത്രത്തോളം മനോഹാരിതയോടെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നൊക്കെ അച്ഛന്മാർ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് കലാപരമായും കായികപരമായും തരുന്ന കഴിവുകൾ ഒരുപാടാണ്. നാടകങ്ങൾ, പാട്ടുപാടാനുള്ളത്, നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ബ്രദേഴ്സിനെ മുൻപന്തിയിലേക്ക് എത്തിക്കുന്നുണ്ട്. 5:30 കുട്ടികൾ സാധാരണ എഴുന്നേൽക്കുക. 6 മണിക്ക് എല്ലാവരും ദേവാലയത്തിലെത്തും. 6 മണിക്ക് പ്രഭാത പ്രാർത്ഥനയോട് ചേർന്ന് ഏകദേശം അരമണിക്കൂറോളം ധ്യാനത്തിന് ശേഷം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 7:45 അവർക്ക് പ്രഭാത ഭക്ഷണം. 8:40 ക്ലാസ്സുകൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ക്ലാസ്സുകൾ അവസാനിക്കും. അതിനുശേഷം 2:30 ജപമാലയ്ക്ക് ശേഷം വർക്കുണ്ട്, അതുപോലെ തന്നെ കളിയുണ്ട്. വിവിധ ബാസ്ക്കറ്റ് ബോൾ, വോളിബോൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫുട്ബോൾ, അങ്ങനെ കുട്ടികളുടെ ശാരീരികമായ ക്ഷമതയ്ക്ക് ആവശ്യമായിട്ടുള്ള കളികൾ, സ്പോർട്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ. 5:30 കളി കഴിഞ്ഞ് കുളിയാണ്. 6 മണിക്ക് അവർക്ക് ഈവനിങ് പ്രയറാണ്. തുടർന്ന് പഠനമാണ്. പഠനത്തിന് ശേഷം 8 മണിക്ക് അത്താഴം. 9 മണിക്ക് നിശാപ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു 3/4 മണിക്കൂറോളം ആരാധനയുണ്ട്. ആരാധനയ്ക്ക് ശേഷം
10 മണി തൊട്ട് 11 മണി വരെ വീണ്ടും ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാം. 11 മണിക്ക് ലൈറ്റ് ഓഫ്. അങ്ങനെയാണ് സാധാരണ രീതിയിലുള്ള കുട്ടികളുടെ ദിനചര്യ എന്ന് പറയുന്നത്. പാസ്റ്ററൽ ഫോർമേഷനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് കേരളത്തിലെ മേജർ സെമിനാരികളെ വെച്ച് നോക്കിയാൽ ഈ സെമിനാരി മാത്രമാണ് എല്ലാ തിയോളജി സ്റ്റുഡൻസിനെയും ഒരു ദിവസം മുഴുവൻ, അതായത് ശനിയാഴ്ച വൈകുന്നേരം തൊട്ട് ഞായറാഴ്ച വൈകുന്നേരം വരെ പാസ്റ്ററൽ എക്സ്പീരിയൻസിനായിട്ട് നമ്മുടെ ഇടവക ദേവാലയങ്ങളിലേക്ക് വിടുന്നത്. അത് ബ്രദേഴ്സിനെ ഒരുപാട് വളർത്തുന്നുണ്ട്. ഇടവകളുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ട് ഇടപെടാനായിട്ട്, നമുക്ക് ചെറിയ വിവാഹാഘോഷങ്ങളോ അതുപോലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ, കൂതാശകൾക്ക് അച്ഛൻ്റെയൊക്കെ ഒപ്പം നിന്ന് കാണാനും പഠിക്കാനും, അതോടൊപ്പം തന്നെ കുടുംബ കൂട്ടായ്മകളിൽ പങ്കെടുക്കാൻ, ചെറിയ ചെറിയ പ്രസംഗങ്ങളൊക്കെ പറയാനുള്ള അവസരം ഞങ്ങൾക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. ജൂബിലിയുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടുള്ള രീതിയിലായിരുന്നു ഈ ജൂബിലി പരിപാടികളൊക്കെ ക്രമീകരിച്ചിരുന്നത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ജൂബിലി ദൈവത്തിന് നന്ദി പറയാനുള്ളൊരവസരവും ഒപ്പം സാധുക്കളെ ഓർക്കാനുള്ളൊരവസരവും കൂടിയാണെന്ന് ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് വെള്ളിയാഴ്ചകളിൽ ഉപവസിച്ച് ഒരു പാവപ്പെട്ട വ്യക്തിക്ക് വീട് പണിയാനായിട്ടുള്ള സഹായം കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. രണ്ടാമതായി ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള അഗതി മന്ദിരങ്ങളിൽ നിന്ന് അഗതികളെ ഞങ്ങളെല്ലാവരും ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്നു. അച്ഛന്മാരെല്ലാം അവരുടെ വാഹനങ്ങളിൽ പോയി ഈ അഗതികളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം അവർക്ക് കൊടുത്ത് അഗതികളോട് ഒരുമിച്ച് ഞങ്ങളായിരുന്നു കുറേ കലാപരിപാടികൾ, അവരുടെ കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ബ്രദേഴ്സ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരുപാട് കലാപരിപാടികൾ ബ്രദേഴ്സ് ഇവിടെ അവതരിപ്പിച്ചു. അവർക്ക് വളരെ സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു അത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമായിരുന്നു. അങ്ങനെ അഗതികളെ കൂട്ടിക്കൊണ്ടുവന്ന് അഗതികൾക്ക് വേണ്ടിയിട്ടൊരു ദിവസം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു. നമുക്ക് ഒട്ടാകെ ഇവിടുന്ന് തിയോളജി പഠിച്ചു പോയവർ തന്നെ 386 വൈദികരുണ്ട് തിയോളജി പഠിച്ചു പോയത്. ഫിലോസഫി മാത്രം പഠിച്ച് തിയോളജി മറ്റ് സ്ഥലങ്ങളിലായിട്ട് പഠിച്ചിട്ടുള്ള ഏതാണ്ട് 155ഓളം കുട്ടികൾ വൈദികരായിട്ടുണ്ട്. അങ്ങനെ അത്രയേറെ കുട്ടികൾ ഇവിടുന്ന് പഠിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത്, വൈദികരായിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടെ ഓർക്കുകയാണ്. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നൊരു ദിവസമാണ് ഓഗസ്റ്റ് 12. ഓഗസ്റ്റ് 12 2:30 ഇവിടെ എല്ലാവരും ഒരുമിച്ചുള്ളൊരു ദിവ്യബലിയുണ്ട്. അഭിമന്യനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദിവ്യബലി. ആ ദിവ്യബലിയിൽ ബഹുഭൂരിപക്ഷം അലൂമിനി അച്ഛന്മാരും ഇവിടെ എത്തിച്ചേരുന്നതാണ്. അതൊരു വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ് ഈ സെമിനാരി സംബന്ധിച്ച്. ഏറ്റവും വലിയ സന്തോഷം ഇവിടെ പഠിച്ചു പോയ, ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി പോയ വൈദികരെല്ലാവരും ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. മറ്റാരേക്കാളും ഉപരി അവരുടെ സാന്നിധ്യമാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്.